എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. +2 ഹിസ്റ്ററി പരീക്ഷയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്, എത്ര മാർക്കിന് ഓരോ പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പാഠഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 80 മാർക്ക് ഷുവർ ആയിട്ടും നേടാൻ പറ്റുന്നതാണ്. കൂടാതെ പ്രധാനപ്പെട്ട എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുകയില്ല. ഫുൾ A+ നേടാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇന്നത്തേത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്റർ ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഇഷ്ടികകൾ, മുത്തുകൾ, അസ്ഥികൾ. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ആദ്യത്തേത്. ഇത്തവണ 8 വെയിറ്റേജ് മാർക്ക് ചെയ്യപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ 8 മാർക്കിനും 10 മാർക്കിനും ഇടയിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് എസ്എ ചോദ്യം ഈ പാഠഭാഗത്തു നിന്നായിരുന്നു. കൂടാതെ ഇത്തവണത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ പാഠത്തിൽ നിന്ന് 8 മാർക്കിന്റെ എസ്എ ചോദ്യം ഉണ്ടായതാണ്. ഹാരപ്പൻ ജനതയെക്കുറിച്ച് അല്ലെങ്കിൽ മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരം എന്ന ചോദ്യം പലപ്പോഴായി ഈ പാഠഭാഗത്തിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. 11ാമത്തെ ചാപ്റ്റർ ആണ് റിബൽസ് ആൻഡ് രാജ്. വിപ്ലവകാരികളും രാഷ്ട്രവും എന്ന പാഠഭാഗത്തിൽ നിന്ന് 10 വെയിറ്റേജ് ആണ് ഇത്തവണ മാർക്ക് ചെയ്തിട്ടുള്ളത്. 10 വെയിറ്റേജ് എന്നാൽ 10 മാർക്കിനും 12 മാർക്കിനും ഇടയിൽ ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 12th ചാപ്റ്റർ മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവും. വെയിറ്റേജ് 10 വരുന്ന ഒരു ചാപ്റ്ററാണ്. മാർക്ക് 10നും 12നും ഇടയിലാണ് ഈ പാഠഭാഗത്തിൽ നിന്നുണ്ടാവുക. ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ നന്നായി പഠിക്കണം. കഴിഞ്ഞ തവണ എസ്എ ആയി വന്നിട്ടുള്ള ഒരു പാഠമാണ് അൻ ഇംപീരിയൽ ക്യാപിറ്റൽ, വിജയ നഗര സാമ്രാജ്യം എന്നത്. 6 വെയിറ്റേജ് ഉള്ള ഈ പാഠത്തിൽ നിന്ന് 6 മുതൽ 8 വരെ മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ കിങ്സ് ആൻഡ് ക്രോണിക്കിൾ, രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും എന്ന് പറയുന്ന പാഠം. ഈ പാഠവും 6 വെയിറ്റേജ് ഉള്ള പാഠമാണ്. 6 മുതൽ 8 വരെ മാർക്കിന് ഇവിടെ നിന്നും ചോദിക്കാവുന്നതാണ്. 13ാമത്തെ പാഠം കൺട്രി ടോൺ അപ്പാർട്ട്, രാജ്യത്തിന്റെ വിഭജനം, ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന പാഠഭാഗവും 6 വെയിറ്റേജ് ഉള്ളതാണ്. 6 മുതൽ 8 വരെ മാർക്കിന് ഈ പാഠഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാവുന്ന ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഈ പാഠഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കാരണം 8 മാർക്കിന്റെ 6 മാർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് വാങ്ങി ഈ പരീക്ഷയ്ക്ക് പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സുഹൃത്ത്